യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജൂത കേന്ദ്രങ്ങൾക്ക് നേരെ വൻ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. മിക്കയിടത്തും വൻ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മരണസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ സംഘടിത ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന സംശയവുമായി യൂറോപ്യൻ സുരക്ഷാ ഏജൻസികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇറാനുമായി ബന്ധമുള്ള പ്രോക്സി സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. വിഷയത്തിൽ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട തിരിച്ചടി എന്നോണമാണ് തീവയ്പ് മുതൽ ബോംബ് ആക്രമണ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ളവ നടക്കുന്നതെന്നാണ് നിഗമനം. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലെ സർക്കാരുകൾ ഒന്നും തന്നെ ഈ ആക്രമണങ്ങൾക്ക് ഇറാനുമായുള്ള ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ യൂറോപ്പിലെയും യുഎസിലെയും നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് ഇത്തരം ആക്രമണങ്ങളുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇറാന്റെ സാന്നിധ്യമുണ്ടെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ള സിനഗോഗുകൾ, ജൂത വിദ്യാലയങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ആക്രമണം നടത്താൻ ഇറാനിയൻ ഏജന്റുമാർ ആളുകളെ ഓൺലൈനായി റിക്രൂട്ട് ചെയ്യുന്നതായി സംശയിക്കുന്നെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. മാർച്ച് മാസം ആദ്യം മുതൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു ഡസനോളം ആക്രമണ ശ്രമങ്ങളോ ഉണ്ടായിട്ടുണ്ട്. ബെൽജിയത്തിലെ ആന്റ്വേർപ്പ് ജൂത ജില്ലയിൽ ഒരു കാർ അഗ്നിക്കിരയാക്കപ്പെട്ടിരുന്നു. ലണ്ടനിൽ ജൂയിഷ് എമർജൻസി സർവീസുമായി ബന്ധപ്പെട്ട ആംബുലൻസുകളും അഗ്നിക്കിരയായി. നെതർലൻഡ്സിലും ബെൽജിയത്തിലും സിനഗോഗുകൾക്കും ജൂതവിദ്യാലയങ്ങൾക്കും നേർക്ക് ആക്രമണങ്ങളുണ്ടായിരുന്നു. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി നിർവീര്യമാക്കിയതിനാൽ ഹിംസ്റ്റഡിലെ സിനഗോഗിന് നേർക്കുള്ള ആക്രമണ ശ്രമം പരാജയപ്പെട്ടതായി ഡച്ച് അധികൃതരും വ്യക്തമാക്കുന്നു. ആക്രമണങ്ങൾക്കൊപ്പം സംഘടിതമായ ഓൺലൈൻ പ്രചാരണവും നടക്കുന്നുണ്ട്. സംഭവങ്ങളുടെ വീഡിയോകൾ ഇറാൻ അനുകൂല സാമൂഹിക മാധ്യമ ചാനലുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇറാന്റെ വിദേശ ഓപ്പറേഷനുകൾക്ക് സമാനമായ ശൃംഖലയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. വിദേശങ്ങളിലെ ക്രിമിനൽ ശൃംഖലയുമായും മറ്റും ഇറാന് ദീർഘകാലമായി ബന്ധമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ആക്രമണങ്ങൾ നടപ്പാക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും മെസ്സേജിംഗ് ആപ്ലിക്കേഷനുകളിലൂടെയുമാണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ സംഘങ്ങളുടെ ബ്രാൻഡിംഗ്, ലോഗോ, സന്ദേശങ്ങൾ തുടങ്ങിയവ ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും അവരുടെ അനുബന്ധ ഗ്രൂപ്പുകളും ഉപയോഗിക്കുന്നതുമായി സാമ്യമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടത് ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ സംഭവവികാസങ്ങൾ. ആക്രമണങ്ങൾക്ക് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തങ്ങളുടെ ശത്രുക്കൾ ലോകത്തൊരിടത്തും ഇനി ഒരിക്കലും സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരായിരിക്കില്ലെന്ന് IRGC മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോഴത്തെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ സന്ദേശത്തെ യൂറോപ്യൻ സുരക്ഷാ ഏജൻസികൾ അതീവ ഗൗരവത്തിലാണ് കാണുന്നത്. ഇറാൻ പിന്തുണയുള്ള മില്ലിയേഷ്യകൾ ഉപയോഗിക്കുന്ന ഹ്രസ്വദൂര കാമികാസെ ഡ്രോണുകൾ ഇറാഖിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതേ തരത്തിലുള്ള ആയുധങ്ങൾ തന്നെയാണ് യൂറോപ്പിലും ഉപയോഗിക്കപ്പെട്ടത് എന്നത് ആക്രമണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാഖിലെ ആക്രമണത്തിൽ ഒരു US ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും ഒരു പ്രധാന വ്യോമ പ്രതിരോധ റഡാറും ലക്ഷ്യമിട്ടതായി കരുതപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോൺ ദൃശ്യങ്ങൾ ഈ സംഭവത്തിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുകയാണ്. പ്രചരിക്കുന്ന വീഡിയോയിൽ കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കോമ്പൗണ്ടിനുള്ളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ കാണപ്പെടുന്നു. ഡ്രോൺ അതിവേഗത്തിൽ അവയിലേക്ക് അടുക്കുകയും പ്രധാന റോട്ടറിന് സമീപം എത്തുകയും ചെയ്യുന്ന ദൃശ്യം വ്യക്തമായി കാണാം. സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് വീഡിയോ വിച്ഛേദിക്കപ്പെടുന്നതിനാൽ യഥാർത്ഥ നാശനഷ്ടത്തിന്റെ അളവ് വ്യക്തമല്ലെങ്കിലും കുറഞ്ഞത് ഒരു ഹെലികോപ്റ്ററെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത്തരം FPV ഡ്രോണുകൾ ചെലവ് കുറഞ്ഞതും കൃത്യതയേറിയതുമായ ആയുധങ്ങളായി മാറിയിരിക്കുന്നതും പരമ്പരാഗത സൈനിക സംവിധാനങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നതുമാണ് ഈ സംഭവം വീണ്ടും വ്യക്തമാക്കുന്നത്. ഈ ആക്രമണം നടന്നതായി തിരിച്ചറിഞ്ഞിരിക്കുന്ന സ്ഥലം വിക്ടറി ബേസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രമാണ്. ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള ഈ താവളം അമേരിക്കൻ സൈന്യത്തിന്റെ തന്ത്രപരമായ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ലക്ഷ്യമിട്ട ഹെലികോപ്റ്റർ സൈഗോർസെ മെഡ്വോക്ക് വകഭേദമായിരിക്കാനാണ് സൂചന. എന്നാൽ സാധാരണയായി മെഡിക്കൽ ഉപയോഗം സൂചിപ്പിക്കുന്ന റെഡ് ക്രോസ് അടയാളങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ മെഡിക്കൽ സഹായങ്ങൾ പോലും സുരക്ഷിതമല്ലാത്തതിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ സംഭവത്തിന് പിന്നാലെ മറ്റൊരു ആശങ്കാജനകമായ വിവരവും പുറത്തുവന്നു. അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ആണവായുധങ്ങളും A-52 സ്ട്രോറ്റോഫോർട്രസ് ബോംബറുകളും സൂക്ഷിക്കുന്ന താവളത്തിന് മുകളിലൂടെ ഡ്രോൺ കടന്നുകയറ്റം നടന്നതായും റിപ്പോർട്ടുകളുണ്ട്.
സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോയിൽ പറന്നുയരുന്ന ഒരു യുദ്ധവിമാനത്തിന് സമീപം പെട്ടെന്നൊരു മിന്നൽ പോലുള്ള സ്ഫോടനം സംഭവിക്കുന്നതായി കാണുന്നു. തുടർന്ന് വിമാനം അസ്ഥിരമാകുന്നതും പുക പുറത്തുവിടുന്നതുമായ ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതൊരു ആകാശ ഏറ്റുമുട്ടലിന്റെ സൂചനയായി ചിലർ വിലയിരുത്തുന്നുണ്ടെങ്കിലും ഈ ദൃശ്യങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. മുൻകാലങ്ങളിലും സമാനമായ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെടാതെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ വ്യക്തമാണ്. വലിയ സൈനിക സജ്ജീകരണങ്ങളെയും വില കൂടിയ ആയുധങ്ങളെ മറികടന്ന് ചെറുതും കൃത്യതയേറിയതുമായ ഡ്രോണുകൾ ഇപ്പോൾ യുദ്ധഭൂമിയിലെ നിർണായക ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരമ്പരാഗത സൈനിക ശക്തികളുടെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുകയും ഭാവിയിലുള്ള യുദ്ധങ്ങൾ കൂടുതൽ അസമമായതും അനിശ്ചിതത്വപൂർണവുമായത് ആയേക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ഈ സംഘർഷാവസ്ഥ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ചെറുതായിരുന്നെങ്കിലും നിർണായകമായ ആക്രമണങ്ങൾ വലിയ യുദ്ധങ്ങൾക്ക് തുടക്കമാകാൻ ഇടയാകുമെന്നതാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രധാന ആശങ്ക.